വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള അവൽ കൊണ്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ ചൂടായതിന് ശേഷം നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ചെറുതായിട്ട് എരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് 2 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. സവോളയൊക്കെ ഒന്ന് കളർ മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. സവോളയുടെ റോ ഫ്ലേവറൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ബീൻസ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് എരിഞ്ഞ ബീൻസ് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടതൊന്ന് വഴറ്റാം, ഏകദേശം 1 മിനിറ്റോളം. അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ക്യാരറ്റിനേക്കാളും കുക്കിംഗ് ടൈം കൂടുതൽ വേണ്ടത് ബീൻസിനാണ്. ഇനി നമ്മളിതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെച്ച് എടുത്തിട്ടുണ്ട് വെജിറ്റബിൾ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ അളവുകളൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റോളം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, കാരണം ബീൻസിലും ക്യാരറ്റിലുള്ള ആ ഒരു വെള്ളമൊക്കെ വെച്ചിട്ട് തന്നെ ഇത് കുക്കായി വന്നോളും. പിന്നെ നമ്മൾ അടുക്കി പിടിക്കുന്ന പാത്രമാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് വെജിറ്റബിൾ ഇതുപോലെ സൈഡിലോട്ട് മാറ്റിയിട്ട് സെൻറ്ററിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മുട്ടയുടെ അളവും ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം, കുറവാണെങ്കിൽ കുറവെടുത്താൽ മതി. മുട്ട ഒരു 1/4 ഭാഗത്തോളം മാത്രം കുക്കായാൽ മതി. ആ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് അവൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മട്ട അരിയുടെ അവലാണ് എടുത്തിരിക്കുന്നത്. തീരെ കനം കുറഞ്ഞ അവലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചില അവലുകൾ ഇച്ചിരി കട്ടിയുള്ള ടൈപ്പ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് ആ അവലൊന്ന് വെള്ളത്തിലോട്ട് ഇടുക. അപ്പോൾ തന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ അവലെല്ലാം വല്ലാതെ അങ്ങ് പൊടിഞ്ഞു പോകും. അവൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്കിവിടെ ഇത് ഡ്രൈ ആയിട്ടല്ല ഇരിക്കുന്നത്, കാരണം മുട്ടയിലും അതുപോലെ തന്നെ വെജിറ്റബിളിലുമുള്ള വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് ഇത് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ പാലോ അതല്ലെങ്കിൽ അതിന് പകരം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.